പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നിയമത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ക്ഷേത്ര പൂജാരിമാർക്കും പൗരത്വ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകാമത്രേ. അഥവാ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലിയെല്ലാം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ചെയ്യും. എന്നാൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല. കഴിഞ്ഞ വർഷത്തെ ദൃശ്യങ്ങളാണിത്. പ്രദേശം BJP ഡബിൾ എഞ്ചിൻ ഭരണം നടത്തുന്ന ഉത്തരാഖണ്ഡ്. സംഘപരിവാറുകാരുടെ ആഹ്വാനം കേൾക്കാം. മുസ്ലിം കച്ചവടക്കാർക്ക് വിലക്കേർപ്പെടുത്തുന്നതാണ് ആഹ്വാനം. तुरंत उनको अपने दुकानों से निकाल दे, सिर्फ 2 दिन का समय। अगर उसके बाद किसी दुकानदार ने किसी मुसलमान को अपनी दुकान पे रखा, उसके दुकान के बाहर उसके बहिष्कार का पोस्टर हम लगाने का काम करेंगे और उसको कौम का गद्दार घोषित करेंगे। ये बात आप सोच लेना। जितने भी दुकानदार साथी हैं, अपनी दुकानों से मुसलमान कर्मचारियों को निकाल दे। अगर उन्होंने नहीं निकाला तो उनको कौम का गद्दार घोषित करके उनके दुकानों के बाहर पोस्टर लगाने का काम हम करेंगे। जय श्री राम, जय श्री राम, जय श्री राम। 10 വർഷക്കാലത്തെ മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കുണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാമാണ്. ഈ മാറ്റം കൂടുതൽ അപകടകരമായ ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ തുടക്കമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇപ്പോൾ ഇതാ നിയമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പൗരത്വം ലഭിക്കാനായി നൽകുന്ന അപേക്ഷയോടൊപ്പം ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടവരുടെ പട്ടികയിൽ മതപുരോഹിതരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആരാണ് ഈ മതപുരോഹിതർ? പ്രായോഗിക തലത്തിൽ ഇവരെല്ലാമായിരിക്കും. ഇപ്പോൾ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോഴോ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടി എന്ന നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേയില്ല, ഒന്നും പ്രതികരിച്ചില്ല. അവസാനവും സമാപന ദിവസവും ഒരു പ്രതികരണവും ഇല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ ചട്ടം വന്നല്ലോ, നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആലോചിച്ച് പറയാം. ഈ ചട്ടം വന്ന ഉടനെയല്ല ചോദിക്കുന്നത്. ചട്ടം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. രാജ്യം മുഴുക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. അപ്പോഴും ആലോചനയിലാണ്. ആലോചിക്കട്ടെ എന്നാണ്. കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ. അദ്ദേഹം ചിരിക്കുന്നു. ഖാർഗെയും ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കി. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. അവരത്യന്തം ഭയപ്പാടിൽ, ഉത്കണ്ഠയിൽ എന്താകും ഭാവി എന്ന് ചിന്തിച്ചുകൊണ്ട് വേദന തിന്നുകൊണ്ട് കഴിയുന്നു. അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്ന് അവർ മനസ്സിലാക്കണം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന സർക്കാരുകൾ തയ്യാറല്ല. എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അഭിപ്രായം? കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെ:
ഞാൻ കാസർഗോട്ടെ പത്രക്കാരോടാണ് സംസാരിക്കുന്നത്. ഞാൻ കാസർഗോഡ് എം പിയാണ്. ഇന്ത്യയിൽ 54 എം പിമാരുള്ള ഒരു എം പിയാണ് ഞാൻ. നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. യു ക്യാൻ ഗോ പറയട്ടെ. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കത്തിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഈ വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്, ഉത്തരം ഞാൻ തരില്ല. CPIM-ന്റെ നിലപാട് ശക്തമായിട്ട് നേരത്തെ പറഞ്ഞു. ഇന്നലെ ഗോവിന്ദമാഷ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വിഷയം കൂടി വന്നപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ കാര്യങ്ങൾ കേരളത്തിൽ വ്യക്തമായിട്ട് അറിയാം. എന്താണ് സംഭവം, ദേശീയ അന്വേഷണ ഏജൻസികൾ എന്താണ്, അതിൽ കോൺഗ്രസ്സിന് മാത്രമുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട്. ആലപ്പുഴ UDF സ്ഥാനാർത്ഥി വേണുഗോപാൽജി ദില്ലിയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ശക്തമായി ED-ക്കെതിരെ പ്രതികരിച്ചു. വിമാനം കയറി ആലപ്പുഴ എത്തിയപ്പോൾ ED സിന്ദാബാദ് വിളിച്ചു. ആ വേഷം വ്യത്യാസമുണ്ട്. അവിടെ കുർത്തിയാണെങ്കിൽ ഇവിടെ മുണ്ട് ഷർട്ടാന്നുള്ളൂ. ബാബറി മസ്ജിദ്, കശ്മീരിന്റെ പ്രത്യേകാവകാശം പിൻവലിക്കൽ, ഏകീകൃത സിവിൽ നിയമം, പൗരത്വ ഭേദഗതി നിയമം, ഈ വിഷയങ്ങളിലൊന്നും കോൺഗ്രസിന് പുരോഗമനപരമായ നിലപാടുകളില്ല. നേതാക്കളെല്ലാം തങ്ങൾക്കായി BJP എപ്പോൾ വാതിൽ തുറക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്.